ഹലോ! നമുക്കൊരു സിമ്പിൾ കുക്കർ ബിരിയാണി കണ്ടാലോ? ഇതെല്ലാവരും ചെയ്യുന്ന റെസിപ്പി തന്നെ. എന്നാലും നമുക്കൊന്ന് കണ്ടു നോക്കാം. ആദ്യം നമ്മൾ കുക്കർ എടുത്ത് വെച്ച് 2 സ്പൂൺ നെയ്യ് വീഴുത്തുക. അതേപോലെ തന്നെ 2 സ്പൂൺ വെജിറ്റബിൾ ഓയിലും വീഴുത്തുക. അതൊന്ന് നന്നായിട്ട് ചൂടായതിന് ശേഷം കുറച്ച് സവാള ഒരു 2 സവാള ഞാൻ എടുത്തിട്ടുണ്ട്. 2 സവാള നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. നന്നായിട്ടൊന്ന് കറുമുറ അതേപോലെ ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഉള്ളി ഒന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്ക് അതിനെ ഒന്ന് കോരി മാറ്റി വയ്ക്കുക. അതേ ഓയിലിൽ തന്നെ കുറച്ച് കാഷ്യൂനട്ടും കുറച്ച് ഉണക്കമുന്തിരിയും നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അത് വറുത്തെടുത്തതിന് ശേഷം അതും ഒന്ന് കോരി മാറ്റി വയ്ക്കുക. അതൊന്ന് കോരി മാറ്റി വെച്ചതിന് ശേഷം അതേ ഓയിലിൽ തന്നെ, ഓയിൽ കുറവാണെങ്കിൽ കുറച്ചും കൂടെ നെയ്യൊന്ന് ഇട്ട് കൊടുത്താൽ മതി. അതിൽ തന്നെ നമ്മളെ സ്പൈസസ് എല്ലാം കൂടെ ഒന്ന് പൊട്ടിച്ചെടുക്കുക. സ്പൈസസ് എല്ലാം അല്ലായിരുന്നു, എന്നാലും ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നുള്ള രീതിയിൽ കുറച്ച് സ്പൈസസ് ഒക്കെ ഇട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഒരു പകുതി ഹാഫ് സവാള മതി, പകുതി സവാള അതിനായിട്ടൊന്ന് സോട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിനകത്തിട്ട് നല്ലപോലെ ഒന്ന് വഴട്ടിയെടുക്കുക. അത് കഴിഞ്ഞ് ഒരു 2 ടൊമാറ്റോ നമ്മൾ ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 ടൊമാറ്റോ ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് വെന്ത് വന്നതിന് ശേഷം നല്ലപോലെ പേസ്റ്റ് ആവണം. വെന്ത് നല്ലപോലെ ഉടച്ചെടുത്തതിന് ശേഷം നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും കാഷ്യൂനട്ടും നമ്മുടെ ഉണക്കമുന്തിരിയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ ചിക്കൻ മസാല വേണം അടുത്തിടാൻ. ചിക്കൻ മസാല ഞാൻ എടുത്തിരിക്കുന്നത് ഈസ്റ്റേണിൻ്റെ ചിക്കൻ മസാലയാണ്. നിങ്ങൾക്ക് ഏത് മസാല വേണമെങ്കിൽ ഉപയോഗിക്കാം. അതൊരു 1.5 സ്പൂണൊക്കെ ഇടാം. 1.5 സ്പൂണൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ആ പച്ച മണം മാറുന്ന വരെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അത് കഴിഞ്ഞ് കഴുകി വെച്ചിരിക്കുന്ന അരി ഞങ്ങൾ ഇതിനകത്തോട്ട് ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കും. അതായത് ആ മസാലയും അരിയും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അരിയുടെ ഇരട്ടി വെള്ളം നമ്മൾ ഇതിനകത്ത് വീഴ്ത്തും. അതായത് ഒരു ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം, അങ്ങനത്തെ രീതിയിലാണ് ഇതിനകത്ത് വീഴ്ത്തുന്നത്. അത് കഴിഞ്ഞ് ആവശ്യത്തിന് ഉപ്പൊക്കെ നോക്കി ഉപ്പ് ഇട്ട് കൊടുക്കും. അത് കഴിഞ്ഞ് കുറച്ച് എസൻസ് ഞാൻ വീഴ്ത്തി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് കുക്കറൊന്ന് അടച്ച് വയ്ക്കുക. ഒരു 2 ഫിസിൽ മൊത്തം ആവിയും പോയതിന് ശേഷം വേണം ഇതൊന്ന് ഓപ്പൺ ചെയ്യാൻ. എസൻസ് ഓപ്ഷനിലാണ്. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതുകൊണ്ട് എസൻസ് ഇട്ടെന്നേ ഉള്ളൂ. അതിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ടാറ്റാ.